ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ കിച്ചൺ ഡീക്ലട്ടറിംഗ് ആണ് കേട്ടോ. അതായത് നമ്മുടെ കിച്ചണിൽ നമുക്ക് ആവശ്യമില്ലാത്ത നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങൾ നമുക്ക് എങ്ങനെ ഒഴിവാക്കാം, അതിനുള്ള കുറച്ച് ടിപ്സും ഞാൻ എങ്ങനെയാണ് കിച്ചൺ ഡീക്ലട്ടറിംഗ് കുറച്ച് ചെയ്തതെന്നുള്ള കാര്യങ്ങളുമാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. കണ്ടു നോക്കിയാലോ. ആദ്യമേ കത്തികളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കത്തികളുണ്ട് കയ്യിൽ. അപ്പോൾ ഇതിൽ എല്ലാം തന്നെ യൂസ്ഫുൾ ആണ് കേട്ടോ, കേട് വന്നതൊന്നുമില്ല. അപ്പോൾ ഇതിൽ പക്ഷേ എല്ലാം കൂടി നമ്മൾ യൂസ് ചെയ്യുന്നുമില്ല. അപ്പോൾ ഏതൊക്കെ എടുത്ത് മാറ്റാമെന്ന് നോക്കാം. ഇത് കുറച്ച് ഇരുമ്പ് കത്തികളാണ്, പോളിഗാർഡ്സിൻ്റെ ആണ്. നല്ല യൂസ്ഫുള്ളാണ്, നല്ല മൂർച്ചയുള്ള കത്തികളാണ്. അപ്പോൾ ഇതിലെന്തായാലും ആ ചെറിയ കത്തി ഞാൻ നല്ലവണ്ണം യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഒരു കത്തിയും കൂടി എടുത്തു വയ്ക്കുകയാണ്, ബാക്കി ഒരെണ്ണം മാറ്റി വെക്കുകയാണ്. അപ്പോൾ അത് കളയുന്നില്ല, കാരണം അത് ചീത്തയായിട്ടൊന്നുമില്ലല്ലോ. അടുത്തത് കുറച്ച് സ്റ്റീൽ കത്തികൾ. ഇതെല്ലാം എൻ്റെ ഫേവറേറ്റ്സ് ആട്ടോ. പക്ഷേ ഇതിൽ ചെറിയ രണ്ടെണ്ണം എന്തായാലും ഞാൻ യൂസ് ചെയ്യും, ബാക്കി രണ്ടെണ്ണവും നല്ല കത്തികൾ തന്നെയാണ്. പക്ഷേ ഞാൻ ആ ബ്ലൂ കത്തിയാണ് ഇപ്പോൾ ഒന്ന് മാറ്റി വെക്കുന്നത്, അതും. അപ്പോൾ എന്തായാലും ഞാനത് കളയുന്നില്ല, നല്ല കത്തിയാണ്. അപ്പോൾ അത് കുറച്ച് നാളെ എവിടെയെങ്കിലും ഒരു ബോക്സിൽ എടുത്ത് മാറ്റി വെക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ വരുന്നത് ഈ വലിയ കത്തികളാണ്, സ്റ്റീലിൻ്റെ കത്തി. ഒരെണ്ണം ഹോം സെൻറ്ററിൽ നിന്നും ഒരെണ്ണം ലുലുന്നും വന്നു തോന്നുന്നു. അപ്പോൾ ഇത് രണ്ടും ഏകദേശം സെയിം പേർപ്പസാണ്. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ വലിയ ഐറ്റംസൊക്കെ കട്ട് ചെയ്യാൻ ഇത് നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ ഞാൻ ഒരെണ്ണം വെച്ചിട്ട് ഒരെണ്ണവും മാറ്റി വയ്ക്കുകയാണ്. അടുത്തത് ഈ രണ്ട് പീലേഴ്സ്. ഇതിൽ പർപ്പിൾ കളർ എൻ്റെ ഫേവറേറ്റ് ആണ്, നന്നായിട്ട് ചെയ്യാൻ പറ്റും. അത് ചൈനയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇത് നാട്ടിൽ നിന്ന് ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാൽ കേട്ടോ. ഇതും അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഒരു ചീസൊക്കെ ഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സെക്ഷനും ഉണ്ട്, ഇതും കൊള്ളാം. പക്ഷേ ഈ വൈറ്റ് കളർ ഞാൻ അധികം യൂസ് ചെയ്യുന്നില്ല, അപ്പോൾ അത് തൽക്കാലം മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇനി വരുന്നത് കുറച്ച് കയ്ലുകളാണ്. ഇതിൽ ആദ്യത്തെ കയ്യിൽ നമ്മൾ കട്ട്ലറ്റൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ എടുക്കുന്നതാണ്. അപ്പോൾ ഇപ്പം ഫ്രൈയിങ് തീരെ കുറവാണ്, അതുകൊണ്ട് തന്നെ ഈ ഒരു കയ്യിൽ ഞാൻ തൽക്കാലം മാറ്റി വയ്ക്കുകയാണ്, ഇപ്പോൾ യൂസ് ചെയ്യാത്തതുകൊണ്ട്. ഇനി വരുന്നത് ഈ ഒരു സ്പാച്ചുല. ഇത് നല്ല ഒരു കയ്യിലാണ് കേട്ടോ. ഇത് നമ്മൾ പിസ്സ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതുപോലെ കേക്കൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് യൂസ്ഫുള്ളാണ്, ഇത് മാറ്റുന്നില്ല, ഇതെന്തായാലും വെക്കുകയാണ്. അടുത്തത് ഈ ഒരു അരിപ്പ. ഇത് ആക്ച്വലി നല്ലൊരു അരിപ്പയാണ്, പക്ഷേ ഇത് നന്നായിട്ട് കറ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇത് മാറ്റേണ്ട കാര്യമില്ല, കാരണം ഇതിൻ്റെ ഹാൻഡിലൊക്കെ വളരെ നന്നായിട്ട് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ഇത് മാറ്റുന്നില്ല. ഇനി ഈ ഒരു കയ്യിൽ, ഇതും ഒരു നല്ല കയ്യിലാണ് കേട്ടോ, ഒരു സെറ്റായിട്ട് കിട്ടിയതാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഒരു പ്ലാസ്റ്റിക് സെക്ഷൻ ഉണ്ട്. അപ്പോൾ അത് ഇച്ചിരി ചൂടൊക്കെ കൊണ്ട് ഉരുകിപ്പോയിട്ടുണ്ട്, പക്ഷെ നല്ല കയ്യിലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ കയ്യിൽ മൊത്തം ചൂടാവില്ല, ആ ഒരു സെക്ഷൻ ചൂടാവാതെ കിട്ടും. പക്ഷേ ഇത് ഉരുകിയിരിക്കുന്നതുകൊണ്ട് ഞാൻ തൽക്കാലം ഒന്ന് മാറ്റി വയ്ക്കാമെന്ന് വിചാരിക്കുന്നു, കാരണം വേറെയും കയ്യിലുകളുണ്ട്. അപ്പോൾ ഇത് മാറ്റുകയാണ്. ആ ഒരു കാറ്റഗറി തന്നെ വരുന്നൊരു വേറൊരു കയ്യിലാണ്. ഇതും എന്ത് കാരണം കൊണ്ടാണെന്നറിയില്ല, ഞാൻ അധികം യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ ഇതും തൽക്കാലം മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഒട്ടും യൂസ് ചെയ്യില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ഐറ്റംസ് വളരെ കുറവാണ് കേട്ടോ. എന്തായാലും ഒരു ബോക്സിൽ ഇതൊക്കെ മാറ്റി വയ്ക്കാമെന്ന് വിചാരിക്കുന്നു. ഈ വുഡൻ സ്പാച്ചുല, ഇത് പക്ഷേ നല്ലൊരു ഇഷ്ടപ്പെട്ട് വാങ്ങിയൊരു സ്പാച്ചുലയാണ്. പക്ഷേ ഇതിൻ്റെ ആ കോട്ടിംഗ് ഒക്കെ പോയി ഒരു സുഖമില്ലാത്ത രീതിയിൽ അതിൽ എന്തൊക്കെയോ ഗമ്മൊക്കെ പുറത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് ഇതെന്തായാലും ഞാൻ മാറ്റാണ്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് കത്തികളും കയ്ലുകളും പീലർ ഈ സെക്ഷനിൽ മാറ്റി വെക്കുന്നത്. ബാക്കി നമ്മൾ കിച്ചണിൽ എടുത്തു വെക്കുന്നു. ഇനി കുറച്ച് സ്പൂണുകളും ഫോർക്കുകളൊക്കെയാണ്. അപ്പോൾ ഇതിൽ കുറച്ച് ഡിസ്പോസിബിൾ സ്പൂണുകളൊക്കെ ഇരിപ്പുണ്ട്, അതുപോലെ വുഡൻ സ്പൂൺസൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ആ ഡിസ്പോസിബിൾ സ്പൂൺസ് കുറച്ച് അധികം ഉള്ളത് എന്തായാലും ഞാൻ മാറ്റും. അതുപോലെ ഒരെണ്ണം ചെറുത് സ്പൂണും ഫോർക്കും ഒരുമിച്ചായിട്ട് ഒരെണ്ണമുണ്ട്, അത് ഒരു ട്രാവൽ പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് മാറ്റുന്നില്ല, ബാക്കിയെല്ലാം തന്നെ മാറ്റുകയാണ്. പിന്നെ വുഡൻ സ്പൂൺസ്, അതൊരു ഫോർക്കും ഒരു സ്പൂണും കിച്ചൺ ഡെക്കോർ പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു പഴയ പ്ലാസ്റ്റിക് കട്ടിംഗ് ബോർഡ് ഉണ്ട്, അപ്പോൾ അതിൻ്റെ പുറത്ത് വെച്ചിട്ട് ഈ ഒരു രീതിയിൽ വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് ഞാൻ മോളെ ഏൽപ്പിക്കുകയാണ് ആ പരിപാടിയൊക്കെ. അപ്പോൾ അവൾക്കൊരു ക്രാഫ്റ്റ് ചെയ്യാമല്ലോ. ും സ്പൂണുകളും ഒക്കെ ഡീക്ലട്ടർ ചെയ്തു. ഇനിയിപ്പോൾ കുറച്ച് പലചരക്ക് സാധനങ്ങൾ അങ്ങനെ കുറേ അധികം കുഞ്ഞു കുഞ്ഞ് ബോട്ടിൽസിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തൊന്ന് പുറത്ത് വെച്ചിട്ട് ആവശ്യമില്ലാത്തതും ചീത്തയായതും എല്ലാം എടുത്തൊന്ന് നോക്കി കളയാമെന്ന് വിചാരിക്കുന്നു.
ഇതൊക്കെ അതിൽ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ഐറ്റംസ് ആണ് കേട്ടോ. അപ്പോൾ ഇത് അവിടെ എവിടെയൊക്കെ ആയിട്ട് ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേനും നമ്മൾ കുറേ സാധനങ്ങൾ കാണാതെ അല്ലെങ്കിൽ യൂസ് ചെയ്യാതെ പഴയതായി പോവും. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് തന്നെ ഒന്ന് എടുത്തു വയ്ക്കുക. ഈ ഒരു ബാസ്ക്കറ്റിൽ സ്കിൻ കെയറിനും ഹെയർ കെയറിനും ഒക്കെയുള്ള ഐറ്റംസ് ഞാൻ എടുത്തു വയ്ക്കാമെന്ന് വിചാരിച്ചു. കോഫി പൗഡർ, പിന്നെ ഓട്സ് പൊടിച്ചത്, കുറച്ച് ഉലുവ, പിന്നെ കാസ്റ്റർ ഓയിൽ, പിന്നെന്താ മുൾട്ടാണി മിട്ടി, അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഒരുമിച്ചിരുന്നാൽ നമുക്കൊരു ഫേസ് പാക്കിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹെയർ പാക്കിന് വേണ്ടിയിട്ട് ആ ഒരു ബാസ്ക്കറ്റ് അങ്ങ് എടുത്താൽ മതിയല്ലോ. പിന്നെ ഞാൻ കുറച്ച് കസ്തൂരി മഞ്ഞളും അതും കൂടി വെച്ചിട്ട് ആ ഒറ്റ ഒരു ബാസ്ക്കറ്റിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുകയാണ്. ഇത് പല സ്ഥലങ്ങളിലായിട്ട് ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വെച്ചപ്പോൾ എനിക്ക് കുറച്ചുകൂടി എളുപ്പമായി. ഈ ഒരു 1000 ഐലൻഡ്സിൻ്റെ ഡ്രസ്സിങ് ആണ്. ഇതിൽ ശരിക്കും എഴുതിയിട്ടുണ്ട് റെഫ്രിജറേറ്റ് ആഫ്റ്റർ ഓപ്പണിങ്. ഞാൻ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഇത് പുറത്തിരിക്കുകയായിരുന്നു. ആക്ച്വലി അതിപ്പോൾ നന്നായിട്ട് ചീത്തയായിട്ടുണ്ടാവും, ഫ്രിഡ്ജിൽ വെക്കേണ്ടതായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും നോക്കണം കേട്ടോ. നമ്മൾ ലേബിൾസ് വായിച്ച് നോക്കണം. അതുപോലെ നമ്മൾ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കേണ്ടത് അവിടെ തന്നെ സൂക്ഷിക്കാൻ ശ്രമിക്കുക. അതുപോലെ ഈ ഒരു സോയ അതും ചീത്തയായിട്ടുണ്ട്. അപ്പോൾ ഞാനത് മാറ്റുകയാണ്. അതുപോലെ നമ്മൾ ബേക്കിംഗ് പൗഡർ 2 ബോട്ടിൽ വാങ്ങിയിട്ടുണ്ട്. മുന്നേ ഇരിക്കുന്നത് കറക്റ്റ് കാണാഞ്ഞുകൊണ്ട് പറ്റിയതാണ്. അപ്പോൾ ഗ്രോസറിയിൽ ഇത്രയും ഐറ്റംസാണ് ഞാൻ മാറ്റുന്നത്. സോയയുടെ ഒരു പാക്കറ്റ്, പിന്നെ അത് കുറച്ച് താളി, മറ്റേ ആര്യവേപ്പിൻ്റെ ഇല ഉണക്കിപ്പൊടിച്ച താളി, പിന്നെ കുറച്ച് അതേതോ ഒരു പൗഡറാണ്, ഫോക്സ് ടെയിൽ മില്ലറ്റോ അങ്ങനെ എന്തോ, പിന്നെ കുറച്ച് പരിപ്പ് ഉച്ചുകുത്തി പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ മാറ്റാണ്. ഇനി കുറച്ച് പാത്രങ്ങൾ കാണാം. ഈ കുക്കറിൻ്റെ മൂടി ഒന്ന് നന്നാക്കാനുണ്ട്. അതിൻ്റെ സേഫ്റ്റി വാൽവിൽ ആ ഏരിയ ഒന്ന് നന്നാക്കണം. അപ്പോൾ അത് കുറച്ച് ദിവസമായി ഇരിക്കുന്നു. അപ്പം നമ്മൾ നന്നാക്കാനുള്ള ഐറ്റംസും നമ്മുടെ ക്യാബിനറ്റ്സിൽ ഇരിപ്പുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നന്നാക്കുക. അല്ലെങ്കിൽ അത് വെറുതെ എടുത്ത് ഇരിക്കുകയല്ലേ ഉള്ളൂ. ഇതുപോലെ ഈ കുക്കറിനും ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇതും ഒന്ന് നന്നാക്കാൻ കൊടുക്കണം. പിന്നെ ഈ കുറേ ഗ്ലാസ് ബോട്ടിൽസ് ഉണ്ട്. അത് ഗ്ലാസ് ബോട്ടിൽസ് നല്ലതാണ്, പക്ഷെ ഒരു പരിധി കൂടുതലായാൽ അതും കുറേ അങ്ങ് കബോർഡിൽ നിറയും. ഈ ഒരു ചായച്ചെമ്പ് ഇതിനും കയ്യിലൊന്നുമില്ല. ഒന്നില്ലെങ്കിൽ കയ്യിലിടിപ്പിക്കണം, അല്ലെങ്കിൽ അത് കളയണം. പിന്നെ കുറേ സോസ് ബോട്ടിൽസ്. അപ്പം ഇത് നമുക്ക് എന്താ പറയുക, മണി പ്ലാന്റൊക്കെ ഇട്ട് വെക്കാം കേട്ടോ. പക്ഷേ നമ്മളത് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ കളയാൻ നല്ലത്. പഴയൊരു വാട്ടർ ബോട്ടിൽ, ഇത് പക്ഷെ ഞാൻ കളഞ്ഞില്ല കേട്ടോ. ഇത് ഈ ഇറച്ചിയൊക്കെ നുറുക്കാൻ നല്ലതാണ്. അപ്പോൾ അതിന് വേണ്ടി മാറ്റി വെച്ചു. അപ്പോൾ നല്ല ഒരെണ്ണം വെജിറ്റബിൾസ് കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് ഞാൻ കളഞ്ഞിട്ടില്ല. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കട്ടിംഗ് ബോർഡ് ഉണ്ട്. അപ്പോൾ അത് എന്താ ചെയ്യുക, അത് നമ്മുടെ കിച്ചൺ ഡെക്കോറിന് വേണ്ടിയിട്ട് സ്പൂണൊക്കെ വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ മോളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ചെയ്തു തരാൻ വേണ്ടി. ഇനിയൊരു ദോശക്കല്ലാണ്. ഇത് ആക്ച്വലി നല്ലൊരു കല്ലാണ്, പക്ഷേ ഇതെനിക്ക് ഇതുവരെ മയക്കിയെടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എനിക്ക് പുതിയൊരു ദോശക്കല്ല് മയങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെറുതെ വെച്ചിട്ട് കാര്യമില്ല. എൻ്റെ കയ്യിൽ എക്സ്ട്രാ ഇനിയും ദോശക്കല്ലുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇത് യൂസ് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ഇത് എന്തായാലും മാറ്റം. അപ്പോൾ ഇതൊക്കെയാണ് കിച്ചണിൽ ഞാൻ ചെയ്ത കുറച്ച് ഡീക്ലട്ടറിങ്. അപ്പോൾ ഇത് കാണിച്ചത് നിങ്ങൾക്കും ഒരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കിച്ചണിൽ ഒരുപാട് ഐറ്റംസ് നമുക്ക് യൂസ്ഫുൾ ആണെങ്കിലും നമ്മളത് യൂസ് ചെയ്യാതിരിപ്പുണ്ടാവും. പിന്നീട് ഉപകാരപ്പെടും എന്നുള്ള രീതിയിൽ കുറേ ഐറ്റംസ് എടുത്തു വെച്ചിട്ടുണ്ടാവും. കുറേ സ്റ്റോറേജ് കണ്ടെയ്നേഴ്സോ നമ്മൾ കുക്ക് ചെയ്യുന്ന ഐറ്റംസോ ഗ്രോസറിയോ. അപ്പോൾ അതെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് ആവശ്യമുള്ളതാണെങ്കിൽ മാത്രം വെക്കുക. ആവശ്യമില്ലാത്തത് ആണെങ്കിൽ അത് ഉപകാരപ്പെടുന്ന ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. റീസൈക്കിൾ ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ ഒരു 6 മാസം കൂടുമ്പോഴെങ്കിലും നമ്മൾ ചെയ്യുവാണെങ്കിൽ ക്ലീൻ ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും കുറച്ചുകൂടി എളുപ്പമായിരിക്കും.
അപ്പോൾ മിനിമം ഒരു വർഷം കൂടുമ്പോഴെങ്കിലും നമ്മളിത് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവരും ചെയ്യുന്നതായിരിക്കും, എന്നാലും ഞാൻ ചെയ്തപ്പോൾ ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. ആരെങ്കിലും ചെയ്യാണ്ട് ഇരിപ്പുണ്ടെങ്കിൽ അതൊരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.